الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിതത്തെ തഖ്വയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, സംശുദ്ധമാക്കിയെടുക്കുവാൻ കഴിവിൻ്റെ പരമാവധി സദാ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സ്വാലിഹീങ്ങളോടും ശുഹദാക്കളോടുമൊപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിൽ പ്രവേശിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അംഗമായി തീരുന്നത്. ഏതൊരു വ്യക്തിക്കും ഇസ്ലാമിലെ മെമ്പറായി തീരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കൽ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറ ഇബ്രാഹിമിലെ 24-ാമത്തെ വചനത്തിൽ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ എന്നുള്ള വചനത്തിൽ കലിമത്തുൻ ത്വയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ
കുറിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് കലിമത്തുൻ ത്വയ്യിബ, ഏറ്റവും നല്ല വചനം എന്നുള്ളത്. കലിമത്തുൻ ത്വയ്യിബ എന്നാൽ നല്ല വചനം എന്നുള്ളത്. സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ വചനത്തിൽ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സ്വാലിഹു യർഫഉ എന്നവിടെയും കാണാം. കലിമത്തു ത്വയ്യിബ് എന്നൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അഥവാ അതിന്റെ മലയാളം ഏറ്റവും നല്ല വചനം എന്നുള്ളതാണ്. അഥവാ ഈ ലോകത്ത് പറയാവുന്ന ഏറ്റവും നല്ല വചനത്തോടുകൂടെയാണ്, അത് ഉച്ചരിച്ചുകൊണ്ടാണ് ഒരാൾ മുസ്ലിം ആവുന്നത്. അതിനർത്ഥം ഒരാൾ മുസ്ലിം ആവുന്നതോടുകൂടെ നല്ല വചനം ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞാൽ, ആ നല്ല വചനം ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിം ആവുന്നതോടുകൂടെ അവന്റെ വചനങ്ങൾ, അവന്റെ സംസാരങ്ങളൊക്കെ നല്ലതായി തീരണം, സംശുദ്ധമായി തീരണം എന്നൊരർത്ഥം കൂടെ അതിനുണ്ട് എന്നർത്ഥം. ഈ നല്ല വാക്കിന് അനുയോജ്യമല്ലാത്ത വാക്കുകളും സംസാരങ്ങളും ഒരു മുസ്ലിമിന്റെ സ്വഭാവങ്ങളിൽ നിന്ന്, അവന്റെ സംസാരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അന്യമായി തീരുകയും ഏറ്റവും നല്ല വചനം ഉച്ചരിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട്, കലിമത്തുൻ ത്വയ്യിബ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിം ആവുക വഴി അവന്റെ സംസാരങ്ങൾ, അവന്റെ വാക്കുകൾ, അവന്റെ വചനങ്ങളൊക്കെ തന്നെ ആ കലിമത്തുൻ ത്വയ്യിബയോട്, ഏറ്റവും നല്ല വചനത്തോട് അനുയോജ്യമാകുന്ന രൂപത്തിൽ മാത്രമാവണം ആയിത്തീരേണ്ടത് എന്ന ഒരു അധ്യാപനം ഇതിലൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഒരാൾ മുസ്ലിം ആവുക എന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയമാണ് അവന്റെ നാവിനെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളത്, അവന്റെ സംസാരം സംശുദ്ധമാക്കുക എന്നുള്ളത്. ഒരു വ്യക്തിയുടെ സംസാരം നന്നാവുമ്പോൾ അയാളുടെ ജീവിതം തന്നെ മാറും, അയാളുടെ സ്വഭാവം. നമ്മളെപ്പോഴാണ് അയാൾ മോശക്കാരനാണെന്ന് പലപ്പോഴും പറയുന്നത് ഒരാൾ പ്രവർത്തനം കൊണ്ടായിരിക്കില്ല, പലപ്പോഴും അയാൾ സംസാരം ശരിയല്ല, അയാളോട് സംസാരിച്ചുകൂടാ. ഒരാളുടെ സംസാരത്തെ വിലയിരുത്തിക്കൊണ്ട് ആ മനുഷ്യൻ നല്ലതാണോ തീയതാണോ, ചീത്ത മനുഷ്യനാണോ നല്ല മനുഷ്യനാണോ എന്ന് നമ്മൾ പലപ്പോഴും വിലയിരുത്താറുണ്ട്. സംസാരം നന്നാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് മഹാനായ അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അറ്റൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽ, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരിക്കൽ കടന്നു ചെന്നിട്ട് ഞാൻ ചോദിച്ചു, മൽ ഇസ്ലാം, എന്താണ് ചോദ്യം? മൽ ഇസ്ലാം. ചോദ്യം വളരെ ചുരുങ്ങിയ ചോദ്യമാണ്, എന്താണ് ഇസ്ലാം? റസൂലേ, അള്ളാഹുവിന്റെ പ്രവാചകരെ, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി നോക്കൂ. നമുക്ക് ഇസ്ലാം എന്നാൽ എന്താണെന്ന് നമ്മോട് ഒരാൾ ചോദിച്ചാൽ അതിന് എന്തൊക്കെ പറയാനുണ്ടാകും, നമുക്ക് ആൻസർ നമ്മുടെ മനസ്സിലുണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ നിർവചിക്കുന്നത് നോക്കൂ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീബുൽ കലാം വ ഇത്ആമുത് തആം. രണ്ട് വചനം കൊണ്ട് ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച് കാണിച്ചു തരാം. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് തീബുൽ കലാം, നല്ല സംസാരമാണ് ഇസ്ലാം. ഇസ്ലാം എന്താണെന്ന് ചോദിച്ച സ്വഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി തീബുൽ കലാം എന്നാണ്. നമ്മൾ പരിശോധിക്കണം, നമ്മൾ മുസ്ലിമീങ്ങളാണ്. കലിമത്തുൻ ത്വയ്യിബ, ഏറ്റവും നല്ല വചനം ഈ ലോകത്ത് ലഭിക്കാവുന്ന, കേൾക്കാവുന്ന, ഉച്ചരിക്കാവുന്ന ഏറ്റവും നല്ല വചനം ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മെമ്പർമാരായവരാണ് നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മുടെ സംസാര ശൈലി എങ്ങനെയാണ്? നമ്മുടെ സംസാരത്തിന്റെ രീതി എങ്ങനെയാണ്? നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന സംസാരങ്ങളാണോ? അല്ല. നമ്മുടെ അടുത്തൊന്ന് ഒന്ന് ഇരുന്ന് ആ പ്രശ്നം നമ്മളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എത്ര പേർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ നാട്ടിൽ. ഒന്ന് അയാളോട് പോയി പറയട്ടെ, അയാളുടെ അടുത്തൊന്ന് പോയിട്ടൊന്ന് സംസാരിക്കട്ടെ, അയാളോടൊന്ന് പറഞ്ഞ മനസ്സിനൊരു ആശ്വാസമാണ്. അങ്ങനെ നമ്മെ പറ്റി ധരിക്കുന്ന, ചിന്തിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞതാണ്. അയാളാണ് മുസ്ലിം, അയാളിലാണ് ഇസ്ലാം ഉള്ളത്. തീബുൽ കലാം, നന്നായി സംസാരിക്കുന്ന വ്യക്തികളാണ് മുസ്ലിം. അയാളൊക്കെയാണ് യഥാർത്ഥ ഇസ്ലാം, അയാളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നരകമോചനം,
നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണല്ലോ, നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണല്ലോ. റബ്ബനസ്രിഫ് അന്ന അദാബ ജഹന്നം, പടച്ചവനെ നരകശിക്ഷ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ഈ വിഷയം സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. ഇത്തഖുന്നാറ വലൗ ബിശിഖ്തി തംറ, ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടെങ്കിലും, ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ അകലാൻ ശ്രമിക്കണം, നരകത്തിൽ നിന്നും നിങ്ങൾ മോചനം വാങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഫഇല്ലം തജിദു ബികലിമത്തിൻ ത്വയ്യിബ, ആശ്വാസവചനങ്ങൾ, നല്ല സംസാരം, ഇത് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസി അയാൾക്ക് നരകമോചനം വാങ്ങിത്തരാൻ നല്ല സംസാരം ഉപയുക്തമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ. തീർന്നില്ല, സ്വർഗത്തിലെ പദവികൾ ഉയർത്തപ്പെടുന്ന വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ തുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ദുഹൂരിഹാ, പുറമെ നിന്ന് അകത്തോട്ടും അകത്തു നിന്ന് പുറത്തോട്ടുമൊക്കെ കാണാൻ കഴിയുന്ന മണിമാളികകൾ, ഒരുപാട് സ്വർഗത്തിന്റെ അനുഭൂതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പം ഫഖാമ അഅറാബിയ്യുൻ, ഒരു അഅറാബിയായ ഒരു മനുഷ്യനെ എഴുന്നേറ്റ്, സഹാബിയെ എഴുന്നേറ്റ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ഇത് ആർക്കുള്ളതാണ്? ആർക്കാണ് സ്വർഗത്തിൽ ഇത്തരം മണിമാളികകൾ ലഭിക്കുന്നത്? ഇത്തരം അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാർ ആരാണ് റസൂലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലിമൻ അതാബൽ കലാം, ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവർ, നാവിനെ നല്ല രൂപത്തിൽ ഉപയോഗിച്ചവർ, നന്നായി സംസാരിക്കാൻ അറിയുന്ന വ്യക്തികൾക്കാണ് സ്വർഗത്തിലെ ഈ ഉന്നതമായ പദവികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും 1-2 കാര്യങ്ങൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്. രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഇതൊക്കെ പറയുമ്പോൾ ഒന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞ ലിമൻ അത്വാബൽ കലാം, നമ്മൾ നമ്മോട് ചോദിക്കണം. ഈ ഇരുത്തത്തിൽ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോടും ചോദിക്കണം, എന്റെ സംസാരം എങ്ങനെയാണ്? എന്റെ ഭാര്യയോടുള്ള, എന്റെ ഭർത്താവിനോടുള്ള, എന്റെ മക്കളോടുള്ള, എന്റെ അയൽവാസികളോടുള്ള, എന്റെ കുടുംബത്തോടുള്ള, എന്റെ സുഹൃത്തുക്കളോടുള്ള എന്റെ സംസാരം എങ്ങനെയാണ്? എന്റെ രീതികൾ എങ്ങനെയാണ്? എന്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? ഇത് പരിശോധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ് നേർസാക്ഷ്യം എന്ന് പറയാം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ. നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ എങ്കിൽ ഫൽയഖുൽ ഖൈറ, നിങ്ങൾ ഖൈറേ സംസാരിക്കാവൂ, നല്ലതേ സംസാരിക്കാവൂ. ഔ അല്ലെങ്കിലോ യസ്മുത്, മൗനം പാലിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ സംസാരവുമായി ബന്ധപ്പെട്ട് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നല്ലത് സംസാരിക്കുക, അതല്ലെങ്കിൽ മൗനം പാലിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൗനം പോലും ഇബാദത്തായി മാറുന്ന മേഖലയാണിത്. മൗനം ഭുജിക്കുന്നത് പോലും ആരാധനയായി മാറുന്ന, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം ലഭിക്കുന്ന മേഖലയാണിത്. ഇത് പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ അഹ്സാബിന്റെ 70-ാമത്തെ വചനം, നമ്മൾ 70-71 വചനങ്ങൾ എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. വിശ്വാസികളെ, നിങ്ങൾ നല്ലതേ സംസാരിക്കാവൂ, നിങ്ങൾ നേരായ വാക്ക് ഉച്ചരിക്കണം. ഖൂലു ഖൗലൻ സദീദ, ശരിയായ വാക്ക്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയുളവാക്കുന്ന നീതിയുക്തമായ സത്യസന്ധമായ ആശ്വാസവചനങ്ങൾ, ഏതൊക്കെ നന്മകൾ ഉളവാക്കുന്ന സംസാരങ്ങളുണ്ടോ അതൊക്കെ ഈ ഖൗലുൻ സദീദിൽ വരും. എന്നാൽ ഈ ഖൗലുൻ സദീദിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താ? കളവ് വരും, ഏഷണി വരും, പരദൂഷണം വരും, മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്ന, അപമാനമുണ്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സകലതും ഇതിന്റെ ഓപ്പോസിറ്റ് വരും. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളോടാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരായ സംസാരം, ശരിയായ രൂപത്തിലുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന്റെ പ്രതിഫലങ്ങൾ, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത വചനത്തിൽ 71-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ സംസാരം നന്നായാൽ നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എന്താ വേണ്ടത്? സംസാരം നന്നാക്കാൻ കഴിയണം. ഞാൻ ഇങ്ങനെയാണ്,
എന്റെ സംസാരം എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ശീലിച്ചു പോയിട്ടുണ്ട്, എന്റെ ശീലം ഇതാണ്. അല്ല, ഒരു വിശ്വാസിക്ക് അത് പറയാനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. ഞാൻ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്, എന്റെ നാവിനെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ശീലങ്ങൾ അല്ലേ. ചില ആളുകൾ വാ തുറന്നു കഴിഞ്ഞാൽ കള്ളം പറയുന്ന ആളുകൾ, ചില ആളുകൾ വാ തുറന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആളുകൾ, അശ്ലീലമായ പദപ്രയോഗങ്ങൾ. നഅൂദുബില്ല. ഒരു മുഅ്മിനിന്റെ അല്ലാഹുവിനെ ദിക്റ് ചൊല്ലുന്ന, അവന്റെ വിശുദ്ധ കലാം ഉച്ചരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിന്റെ നാവിലൂടെ എങ്ങനെയാണ് അശ്ലീലമായ സംസാരങ്ങൾ, തോന്നിവാസങ്ങൾ പുതിയ തലമുറയിലൊന്നും അതൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ പിശാച് കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളുടെ ഇടയിലൊക്കെ ചില അശ്ലീല പദപ്രയോഗങ്ങളുണ്ട്. അതൊക്കെ വലിയ പ്രശ്നമാണോ എന്ന് നമ്മോട് ചോദിക്കും. അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമാറ് അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യുന്ന, അതൊന്നും തിന്മയല്ലാതായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ശ്രദ്ധിക്കണം. നാം മുഅ്മിനാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ, കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലും ഒരു നമസ്കാരവും ഒരു നോമ്പും ഇത് മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സംസാരങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ മാന്യമായി സൗമ്യമായി സംസാരിക്കാൻ ഞാനും നിങ്ങളും പരിശീലിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് നരകമുക്തി ലഭിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് എന്ന് അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഹാനായ മുആദ് ബിൻ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും ഗൗരവമുള്ള തൗഹീദിനെ കുറിച്ചും ഏറ്റവും ഗൗരവമുള്ള അപകടമായ ശിർക്കിനെ കുറിച്ചും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആദേ അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലി, ഇതിന്റെയൊക്കെ നെടും തൂണായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് വളരെ ഗൗരവമുള്ള ഒരുപാട് വിഷയങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ആ യാത്രയിൽ അദ്ദേഹം പറയാണ്, അവസാനം റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബലാ യാ നബിയല്ലാഹ്, നബിയെ പറഞ്ഞു തരൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിലിസാനി, തന്റെ നാവ് തന്റെ കൈ കൊണ്ട് ഇങ്ങ് പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട് പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, മുആദേ ഇതിനെ സൂക്ഷിക്കണം, മുആദേ ഇത് നീ പിടിച്ചു വെക്കണം. ഫഖുൽതു യാ നബിയല്ലാഹ്, ആ സമയത്ത് ആശ്ചര്യത്തോടുകൂടെ ഞാൻ ചോദിച്ചു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, വ ഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങളുടെ സംസാരം കൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ, ഞങ്ങൾ നരകത്തിലെത്തപ്പെടുമോ, ഞങ്ങൾക്ക് അപകടമുണ്ടാകുമോ സംസാരം കൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഫഖാല തഖലതുക ഉമ്മുക യാ മുആദ് ഫഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. നാവ് കൊണ്ട് സമ്പാദിച്ചത് കൊണ്ടല്ലേ, നാവിനാൽ സമ്പാദിച്ചത് കൊണ്ടല്ലേ ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നതെന്ന് നിനക്കറിയില്ലേ മുആദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഒരു ഗൗരവത്തോടുള്ള ചോദ്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ നാവ് കൊണ്ട് നരകം വാങ്ങുന്നവരാവരുത്. അതിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആളുകളായി, ആ സംസാര രീതികൾ ശീലിക്കുന്നവരായി നമ്മൾ മാറണം. പരിശോധിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ നമ്മോട് ചോദിക്കുക, എന്റെ സംസാരം കൊണ്ട് ആർക്കെങ്കിലും വെറുപ്പുണ്ടോ, പ്രയാസമുണ്ടോ, പരിഹാസമുണ്ടോ, അതിൽ ആർക്കെങ്കിലും ഹൈറല്ലാത്തതുണ്ടോ? അത് ആരോടാവട്ടെ, എല്ലാവരോടും മുഅ്മിൻ കലിമത്തുൻ ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും നല്ല വചനം ഉച്ചരിച്ച് മുഅ്മിനായവർ അവരുടെ ജീവിതത്തിലുടനീളം നല്ല സംസാരങ്ങൾ മാത്രം നിയലിച്ച് കാണാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത്. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൻ നൂറിലെ 15-ാമത്തെ വചനത്തിൽ ഞാൻ ആമുഖമായി ഓതിവച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽം. അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും പല രൂപത്തിൽ സംസാരിക്കും.
എന്നിട്ട് വതഹ്സബൂനഹു ഹയ്യിന, അതൊക്കെ അവർ പലപ്പോഴും നിസ്സാരമായിട്ടാണ് കാണാറുള്ളത്. അതൊക്കെ അത്ര വലിയ പ്രശ്നമുണ്ടോ? ഇതൊന്നും അങ്ങനെ ഭയങ്കര ഗൗരവമായിട്ട് പറയേണ്ട വിഷയങ്ങളൊന്നും അല്ലല്ലോ എന്നൊക്കെയാണ് പലരും കാണാറുള്ളത്. അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ വഹുവ ഇൻദല്ലാഹി അദീം, അത്തരം സംസാരങ്ങൾ വഹുവ ഇൻദല്ലാഹി അദീം, അല്ലാഹുവിന്റെ സമീപത്ത് അതൊക്കെ അതീവ ഗുരുതരമായ വിഷയങ്ങളാണ് എന്ന് സൂറത്തുൻ നൂറിലെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നമ്മുടെ നാവിനെ എപ്രകാരം സൂക്ഷിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് അന്ന റജുലൻ ഖാല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ. നമ്മുടെ സംസാരത്തിൽ വരുന്ന ചില അപകടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളോട് ബനി ഇസ്രായേലിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, ഇന്നാലിന്ന ആൾക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. പറഞ്ഞത് വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. നിനക്കല്ല പുറത്തു തരാതിരിക്കട്ടെ എന്നൊക്കെ ചിലർ പറയൂലേ, ആ രൂപത്തിൽ ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പേരിൽ ശപഥം ചെയ്തുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഇന്നല്ലാഹ തആല ഖാല, ആ സമയത്ത് അല്ലാഹുവിന്റെ ഒരു പ്രതിവചനം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? മന്ദല്ലദീ യതഅല്ല അലയ്യ അല്ല ഔഫിറ ലിഫുലാൻ, അയാൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നിട്ടുള്ളത്, എന്ത് അധികാരമാണ് എന്റെ മേലെ അയാൾക്ക്, ഞാൻ ഇന്ന എന്റെ അടിമക്ക് പുറത്തു കൊടുക്കില്ല എന്നും അയാളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയില്ല എന്നും പറയാൻ അയാൾക്ക് എന്ത് അധികാരമാണുള്ളത്? അയാൾക്ക് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇയാളുടെ പറഞ്ഞ ആളുടെ അമലുകൾ നിഷ്ഫലമാക്കി കളയുകയും ചെയ്തിരിക്കുന്നു. അപകടമാണ് അത്തരം സംസാരങ്ങൾ, അത്തരം ശാപത്തിന്റെ സംസാരങ്ങൾ. സ്വന്തത്തെക്കുറിച്ച് ഞാൻ ഉഷാറാണ്, അയാൾക്കൊന്നും പടച്ചോൻ പുറത്തു കൊടുക്കൂല, എനിക്കൊക്കെ പടച്ചോൻ പുറത്തു തരും എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ, ഇത് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. പക്ഷെ നമുക്ക് പറയാം, ചെറിയ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് പടച്ചോൻ പുറത്തു തരൂല, സൂക്ഷിക്കണം, അപകടമാണ്, വലിയ തിന്മയാണ്. ഇതൊക്കെ നസീഹത്തോടുകൂടെ ഉപദേശിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായിട്ടുള്ളത് എന്നാണ്. ഇതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വലാ തലാഅനു ബിലഅനത്തില്ല വലാ ബിഗദബില്ല വലാ ബിന്നാർ, അല്ലാഹുവിന്റെ ശാപം കൊണ്ട് നിങ്ങൾ പരസ്പരം ശപിക്കാൻ പാടില്ല, ശാപപ്രാർത്ഥന നടത്താൻ പാടില്ല. അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് വേറൊരാളോട് പറയാൻ പാടില്ല. അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിന്റെ കോപം നിനക്കുണ്ടാവട്ടെ എന്ന്, അള്ളാഹുവിന്റെ വലാ ബിന്നാർ, നിന്നെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇതേ രൂപത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പല ശാപപ്രാർത്ഥനകളുണ്ട്. നീ തൊലഞ്ഞു പോകട്ടെ, അല്ലെ? അതിനനുസരിച്ചിട്ടുള്ള ചില നാടൻ സംസാരങ്ങൾ നമ്മുടെ സഹോദരങ്ങളും സഹോദരികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ശാപ പ്രാർത്ഥനകൾ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ദേഷ്യം വരുന്ന സമയത്ത് എന്തും പറയുക എന്നുള്ളത് അതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അവിടെയും തന്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ, അവിടെയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, പ്രവാചകൻ അരുതെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വരുന്നില്ല എന്ന്. ഇതൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പറ്റി പോലും ചിലര് പറയാറുണ്ട്. സ്വന്തം മക്കളാണ്, അവരെ പറ്റി പോലും അതൊക്കെ എത്രയും പെട്ടെന്ന്. ജുറൈജ് റളിയല്ലാഹുവിന്റെ കഥ നമുക്കറിയുന്നതാണ്. ഉമ്മായുടെ ഒരു പ്രാർത്ഥനയാണ്, ആബിദായ സാഹിദായ ജുറൈജ് റളിയല്ലാഹു അൻഹു, നിരന്തരം അല്ലാഹു ഇബാദത്ത് എടുത്ത മനുഷ്യനാ. പക്ഷെ ഉമ്മാന്റെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് നിന്ദ്യനായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പിന്നീട് ആദരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രയാസവും അതിന്റെ പരീക്ഷണമൊക്കെ, അതിന്റെ വേദനയൊക്കെ അദ്ദേഹം അനുഭവിക്കാൻ കാരണം സ്വന്തം മാതാവിന്റെ ഒരു പ്രാർത്ഥന. അപ്പം ഉമ്മമാരും ഉപ്പമാരൊക്കെ തങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേ രൂപത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയ്യുമ റജുലിൻ ഖാല ലി അഖീഹി യാ കാഫിർ, ഒരാളെ തന്റെ സഹോദരനെ കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല. ചില ആൾക്കാർ വിളിക്കുന്നതിന് അതിനൊന്നും ഇന്ന് വലിയ പ്രഭാഷകന്മാർക്ക് പോലും ഒരു പ്രയാസവും ഇല്ല, നേരെ വിളിക്കുന്നതിന്, അല്ലേ? അത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞു, ആ വിളിച്ച ആൾ, വിളിക്കപ്പെട്ട ആൾ കാഫിർ അല്ല എങ്കിൽ അത് തിരിച്ചടിക്കും. ഞാനൊരാളെ കാഫിർ അല്ലാത്ത ഒരാളെ കാഫിർ എന്ന് വിളിച്ചാൽ അത് തിരിച്ച് എന്റെ അടുത്തേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന ആൾ
കാഫിറാണ്, അല്ലെങ്കിൽ മുശ്രിക്കാണ്, മുനാഫിക്കാണ് എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റും. എന്താ നമുക്ക് പറയാൻ പറ്റുക? ഇത് അപകടമാണ്, ഇത് പാടില്ലാത്തതാണ്, ഇത് പാരത്രിക ലോകത്ത് അപകടമുണ്ടാക്കും എന്ന വിഷയങ്ങളൊക്കെ നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ നമ്മളിൽ അപകടമുണ്ടാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരെ ആക്ഷേപിക്കുക, ശാപപ്രാർത്ഥന നടത്തുക, ഈ രൂപത്തിൽ കാഫിറെ എന്ന് വിളിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന വിഷയമാണെന്ന് തിരിച്ചറിവുണ്ടാവണം. ഒരു വിശ്വാസി എപ്പോഴും തന്മയത്വത്തോടുകൂടെ, വിനയത്തോടുകൂടെ, സൗമ്യതയോടുകൂടെ, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവർക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന സംസാരം, ഇതൊക്കെയാണ് ഒരു വിശ്വാസിയിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവരെ ശപിക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ, ഒരു രോഗിയുടെ സമീപത്ത് ചെന്നാൽ പോലും എങ്ങനെ സംസാരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും ആ രോഗിക്ക് ആശ്വാസം പകരുന്നതിന് പകരം വേദനകൾ കൂട്ടുന്ന, ദുഃഖങ്ങൾ കൂട്ടുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ പലരും സംസാരിക്കണം. എവിടെ എന്ത് സംസാരിക്കണം? അതാണ് ഖൗലുൻ സദീദ്. അവർക്കാണ് യഗ്ഫിറുലക്കും ദുനൂബക്കും, പാപങ്ങൾ പുറത്തു തരുന്ന അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇത് പരിശീലിച്ചെടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ രൂപത്തിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവം അത് സംസാരത്തിലൂടെ നേടിയെടുക്കാൻ നമ്മൾ സദാ പരിശ്രമിക്കണം, പരിശീലിക്കണം. അവർക്കാണ് സ്വർഗമുള്ളത്, അവർക്കാണ് നരകമോചനമുള്ളത്. ഇതാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ഏറ്റവും ഉത്തമന്മാരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.